ഏതർ 450X Gen 3 ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ്റെ വീഡിയോ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിരുന്നു. അന്ന് 1-2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഏതർ റിസ്റ്റ ഒന്ന് റിവ്യൂ ചെയ്യുമോയെന്ന്. തീർച്ചയായിട്ടും ഏതർ റിസ്റ്റ ഇന്ന് റിവ്യൂവിന് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഒരു വണ്ടിയല്ല, 2 വണ്ടി, ഒരേ ഫാമിലിയിൽ ഒരേ സമയത്തെടുത്ത 2 വാഹനങ്ങൾ. 2 വാഹനവും 10,000 കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുണ്ട്. 10,000 കിലോമീറ്റർ കഴിഞ്ഞ വാഹനമാണ് ഇന്ന് ആക്ച്വലി അപ്പോൾ റിവ്യൂവിനും കൊണ്ടുവന്നിരിക്കുന്നത്. ഒരേ ഡീലറിൽ നിന്ന് തന്നെയാണ് വണ്ടി എടുത്തിട്ടുള്ളതും. രജിസ്ട്രേഷൻ നമ്പറും അടുത്തടുത്താണ്. 197-ഉം 1980 ആക്ച്വലി ഈ 2 വണ്ടിയുടെയും രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഏതർ റിസ്റ്റ എങ്ങനെയുണ്ട്, ഇതുവരെ വണ്ടി ഓടിച്ചപ്പോൾ എനിക്കുണ്ടായ ഫീഡ്ബാക്ക് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഏതർ 450Xൻ്റെ ഒരു സീറ്റിംഗ് പോസ്ചറും ഓവറോൾ ഡിസൈനും എല്ലാം തന്നെ ഞാൻ അന്ന് റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അതൊരു അഗ്രസീവ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അതായത് ഇന്നത്തെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ. എനിക്ക് തോന്നുന്നു ഏതർ 450X ഇറങ്ങി അന്ന് തൊട്ടേ ആ ഡിസൈൻ തന്നെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് ആ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിട്ട് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടൊരു വാഹനം നോക്കുന്ന ഒരു വ്യക്തിക്ക് മാച്ച് ആയതല്ല എന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ആക്ച്വലി ആ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും, ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഫാമിലി ഓറിയൻറ്റഡ് ഇലക്ട്രിക് 2 വീലറായിട്ടാണ് ഏതർ റിസ്റ്റ ലോഞ്ച് ചെയ്തതെന്നാണ് ഏതർ അവകാശപ്പെടുന്നത്. അതിന് മുന്നേയും ഒരുപാട് വാഹനങ്ങളുണ്ട് കേട്ടോ, ബട്ട് സ്റ്റിൽ ആ ഒരു ടാഗ് ലൈൻ വന്നിട്ട് ഏതറാണ് ആദ്യമായിട്ട് എന്തായാലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള 2 വീലർ ആക്കുന്നതിന് വേണ്ടി ഏതർ റിസ്റ്റയിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. സോ ഡിസൈനിൻ്റെ കാര്യം നോക്കുമ്പോൾ ഏതർ 450X വന്നിട്ട് വളരെ അഗ്രസീവ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ ഏതർ റിസ്റ്റ വന്നിട്ട് വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും അത്യാവശ്യം വാഹനത്തിന് നല്ല വലിപ്പം തോന്നിക്കുന്ന രീതിയിലൊരു ഡിസൈൻ പാറ്റേൺ ആണ് ഏതർ ഫോളോ ചെയ്തിരിക്കുന്നത്. ഈവൻ ആ ഒരു നമ്മുടെ ഹാൻഡിൽ ബാറിന് ചുറ്റും വരുന്ന കവറിങ്ങിൻ്റെ ആ ഒരു ഏരിയ ആണെങ്കിലും, തൊട്ട് താഴെ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോഡി പാർട്സ് ആണെങ്കിലും ഒക്കെ തന്നെ അത്യാവശ്യം വൈഡ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ റിസ്റ്റയിൽ വന്നിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ ഡിസൈനും വ്യത്യാസമാണ്. ഫുൾ ഒരൊറ്റ സെറ്റായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ ഹെഡ് ലാമ്പ് യൂണിറ്റും വന്നിരിക്കുന്നത്. ഇതേ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ആക്ച്വലി TVSൻ്റെ ഇലക്ട്രിക് iQബിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ താഴത്തെ സസ്പെൻഷനൊക്കെ നോക്കുമ്പോഴത്തേക്കും ടെലിസ്കോപ്പിക്ക് തന്നെയാണ്, സെയിം തന്നെയാണ് നമ്മുടെ ഏതർ 450Xനും വരുന്നത്. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രാക്ടിക്കൽ ഡിസൈൻ ചേഞ്ച് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ഫ്രണ്ട് മഡ് ഗാർഡ് വന്നിട്ട് വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഇതിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ വണ്ടി ഇന്ന് റിവ്യൂവിന് കൊണ്ടുവരുന്നതിന് മുന്നേ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണും ചെളിയുമുള്ള ഏരിയയിലൂടെ ഡ്രൈവ് ചെയ്തു. ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, വണ്ടിയുടെ ബോഡിയിലേക്ക് വലുതായിട്ട് ഈ അഴുക്കൊന്നും തന്നെ പറ്റുന്നില്ല. മഡ് ഗാർഡിൻ്റെ ഏരിയയും അതിൻ്റെ ഉൾവശവും മാത്രമേ മണ്ണും ചെളിയൊക്കെ പിടിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഫാമിലി 2 വീലറിന് വരുന്ന അല്ലെങ്കിൽ ഒരു മാച്ച് ആകുന്ന രീതിയിലൊരു മഡ് ഗാർഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മഡ് ഗാർഡ് എല്ലാം തന്നെ ഫൈബർ തന്നെയാണ് കേട്ടോ, അതിൽ വേറെ മാറ്റമൊന്നും തന്നെ ഇല്ല. ടയറിൻ്റെ പാറ്റേണിലും കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. 450Xൽ കണ്ട അതേ ഒരു ടയർ പാറ്റേൺ ആണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ റിയർ ഡിസ്ക് ബ്രേക്ക് അല്ല, റിയർ ഡ്രം ബ്രേക്കാണ് റിസ്റ്റാക്കി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ ഉള്ള ഒരു ഫുട്ബോർഡാണ് ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ ആവശ്യത്തിനായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ സെൻറ്ററിൽ സുഖമായിട്ട് തന്നെ അത് വച്ച് യാത്ര ചെയ്ത് പോകാനായിട്ട് സാധിക്കും. മാത്രമല്ല മേടിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഹുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ ബാക്ക് സൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രോപ്പർ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി ഈ വണ്ടി എടുക്കുമ്പോൾ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ മേടിച്ചാലും നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ തന്നെ അത് വളരെ സേഫായി ഹാങ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ ഈ വണ്ടിയുടെ സീറ്റാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ആക്ച്വലി ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 2 വീലറാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഏതർ 450Xൻ്റെ സീറ്റ് വളരെ നാരോ ആണ്. ആക്ച്വലി സീറ്റിംഗ് കംഫർട്ടൊക്കെ നല്ലതാണ്, പക്ഷേ 2 പേരൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ക്രാംഡ് ആയിട്ടുള്ള ഫീലാണ് ഏതർ 450Xന് വന്നിരുന്നത്. പക്ഷേ റിസ്റ്റയിലോട്ട് മാറിയപ്പോഴത്തേക്കും വളരെ വൈഡ് ആയിട്ടുള്ള സീറ്റ്സാണ്. ഈവൻ ഡ്രൈവറിൻ്റെ സീറ്റാണെങ്കിലും പില്ലൺ സീറ്റാണെങ്കിലും അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റാണ്. കുഷനിങ് ഒക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തീരെ സോഫ്റ്റ് അല്ല, എന്നാൽ തീരെ ഹാർഡ് അല്ല, ഒരു മീഡിയം റേഞ്ചിലുള്ള കുഷനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല സിറ്റിംഗ് കംഫർട്ടാണ് ഈ ഒരു വാഹനത്തിൽ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ വാഹനത്തിന് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊരു റിയർ ബാക്ക് റെസ്റ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നിലിരിക്കുന്ന ആളിനെ പിന്നിലോട്ട് മറിഞ്ഞു പോകുന്നു പേടിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഏതർ 450Xലോട്ട് വരുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബാക്ക് സീറ്റിലിരിക്കുന്ന ആളിന് അത്ര സേഫായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് യാത്ര ചെയ്യുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതിൻ്റെ സീറ്റിൻ്റെ ഉള്ളിലാണ്, സ്റ്റോറേജിൻ്റെ കാര്യത്തിലാണ്. എൻ്റെ ഫുൾ ഫേസ് ഹെൽമെറ്റാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ ഞാൻ വച്ചിരിക്കുന്നത്. വളരെ നീറ്റായിട്ട് ആ ഒരു സീറ്റിംഗ് ഏരിയയുടെ അല്ലെങ്കിൽ അണ്ടർ സീറ്റ് സ്റ്റോറേജിൻ്റെ ഉള്ളിൽ
കൃത്യമായി ഇരിക്കുന്ന തരത്തിലാണ്, അത്രയും സ്പേഷ്യസ് ആയിട്ടാണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഒക്കെ തന്നെ ഏതർ റിസ്റ്റയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഒരു ഫാമിലി ഓറിയൻറ്റഡ് ടൂ വീലറിന് അത്യാവശ്യമുള്ള കാര്യമാണ്. അത് വളരെ ശ്രദ്ധാപൂർവം തന്നെ ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഇനി റിയർ ഡിസൈനിലോട്ട് നോക്കുന്ന സമയത്ത് 450Xമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിയർ മഡ്ഗാർഡ് ഡിസൈനും വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഈ ഒരു റിസ്റ്റൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വണ്ടി കൊണ്ടുവന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മണ്ണും ചെളിയുള്ളതാണ് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അത്രയും ഒരു മോശം ടെറൈനിലൂടെ ഓടിയിട്ടും വാഹനത്തിൻ്റെ ബോഡിയിലോട്ട് വലുതായിട്ട് മണ്ണും ചെളിയൊന്നും തന്നെ പറ്റിയിട്ടില്ല. ജസ്റ്റ് ആ മഡ്ഗാർഡിൻ്റെ ഏരിയയിലും അതുപോലെ സൈഡ് കവറിൻ്റെ ഏരിയയിലും മാത്രമേ ഈ മണ്ണും ചെളിയൊക്കെ തന്നെ വന്നിട്ടുള്ളൂ. പക്ഷേ 450Xന് ഈ പറഞ്ഞത് വലിയൊരു പോരായ്മയായിരുന്നു. മണ്ണും ചെളിയുള്ള ഏരിയയിലൂടെ ഓടിക്കഴിഞ്ഞാൽ വണ്ടി കംപ്ലീറ്റ് കുളമാകുന്നത് തീർച്ചയായിട്ടും 450X എടുത്ത എല്ലാ ഓണേഴ്സും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധാപൂർവം പുതിയൊരു വാഹനത്തിൽ മാറ്റങ്ങളാക്കി തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ റിയർ സീറ്റിൽ ഇരിക്കുന്ന ആളിന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന തരത്തിലൊരു റിയർ സീറ്റിംഗ് പോസ്ചർ കിട്ടുന്നുണ്ട് കേട്ടോ. സാധാരണ ഫ്രണ്ട് സീറ്റിംഗ് പോസ്ചറിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ രീതിയിലൊക്കെ സംസാരിക്കാറ്. പക്ഷേ ഈ വണ്ടിയുടെ റിയർ സീറ്റിൽ ഇരുന്ന് വന്നപ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ 2 വണ്ണമുള്ള ആൾക്കാർ ഈ ഒരു വണ്ടിയിൽ ഇരുന്നാലും, അത്യാവശ്യം 6 അടി പൊക്കമുള്ള ആൾക്കാർ ഈ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ടിരുന്നാലും, ബാക്ക് സീറ്റിലിരിക്കുന്ന ആളിന് നല്ലൊരു സീറ്റിംഗ് സ്പേസും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കാല് വളരെ നീറ്റായിട്ട് തന്നെ വയ്ക്കുന്ന തരത്തിൽ സ്പേസ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലിരിക്കുന്ന ആളിനെ ശല്യം ചെയ്യാതെ തന്നെ പിൻവശത്തിരിക്കുന്ന ആളിന് കംഫർട്ടബിളായിട്ട് ഇരിക്കാനും കാല് വെക്കാനുമുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 450Xന് അത് വലിയൊരു പോരായ്മയായിരുന്നു. കാരണം ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ആളിന് ശേഷം പിന്നിലോട്ട് അധികം സീറ്റിംഗ് ഏരിയ കിട്ടത്തില്ലായിരുന്നു. മാത്രമല്ല കാല് വെക്കാനും ആ പറഞ്ഞ ഒരു ബുദ്ധിമുട്ട്, ഇത്രയും ഒരു കംഫർട്ട് 450Xന് കിട്ടുന്നില്ലായിരുന്നു. അതൊക്കെ തന്നെ നല്ല രീതിയിൽ പരിഹരിച്ചിട്ടുണ്ട്. ഈ വണ്ടി ഓടിക്കുമ്പോൾ മാക്സിമം നിങ്ങൾ സിപ്പ് മോഡ് ഇട്ട് തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾ സിപ്പ് മോഡ് ഇട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും റേഞ്ചിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ 130-150 കിലോമീറ്ററൊക്കെ ഈ വണ്ടിക്ക് റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് സിപ്പ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റേഞ്ച് ഒരല്പം കുറഞ്ഞായിരിക്കാം കിട്ടുന്നത്. പക്ഷേ ഇനിഷ്യലി നിങ്ങൾ എടുക്കുമ്പോൾ സിപ്പ് മോഡ് ഇട്ട് തന്നെ ഓടിക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വണ്ടി ക്രോസ് ചെയ്യുന്ന സമയത്ത്, അതായത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇക്കോ മോഡിലായിരുന്നു ഈ വണ്ടി കിടന്നത്. നിർത്തിയിട്ട് വണ്ടി എടുക്കുമ്പോൾ ക്വിക്കായിട്ട് എന്തായാലും വണ്ടി കയറില്ല. വളരെ സൈലൻ്റായിട്ട്, വളരെ സ്മൂത്തായിട്ട്, എന്നാൽ വളരെ സ്ലോ ആയിട്ട് ഈ വണ്ടി കയറി വരത്തുള്ളൂ. ഇക്കോ മോഡിലെ റേഞ്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ രീതിയിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് നമുക്ക് ക്രോസ് ചെയ്ത് മാറാൻ പറ്റിയില്ലെങ്കിൽ, സപ്പോസ് ഏതെങ്കിലും ഒരു വണ്ടി ഫാസ്റ്റായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്നാൽ അപകടം സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നിങ്ങളിപ്പോൾ ഈവൻ ഓപ്പോസിറ്റ് ഒരു വണ്ടി ഫാസ്റ്റായിട്ട് വരുന്ന കണ്ടു, നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ത്രോട്ടിൽ കൊടുത്താലും വണ്ടി വളരെ സാവധാനം മാത്രമേ സ്പീഡ് കയറി വരത്തുള്ളൂ. ക്രോസ് ചെയ്യാനായിട്ട് എന്തായാലും ടൈം എടുക്കും. സോ നിങ്ങൾ വണ്ടി റോഡ് ക്രോസ് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ നിർത്തിയിട്ടൊക്കെ എടുക്കുന്ന ടൈമിലോ യൂ ടേൺ എടുക്കുമ്പോഴോ ഒക്കെ മാക്സിമം സിപ്പ് മോഡിലിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് ഈ വണ്ടി ഓടിച്ചപ്പോൾ പ്രധാനമായിട്ടും ഒരു നെഗറ്റീവായിട്ട് കൂടി തോന്നിയൊരു കാര്യം അതാണത്. അവകാശപ്പെടുന്നത് 150 കിലോമീറ്റർ വരെ നിങ്ങൾക്ക് ഈ ഒരു റിസ്റ്റൈലിൽ നിന്നും റേഞ്ച് കിട്ടും എന്നാണ്. പക്ഷേ പ്രാക്ടിക്കൽ യൂസ് വെച്ചൊക്കെ ഈ വാഹനത്തിൻ്റെ ഓണറിന് അറൗണ്ട് ഒരു 120ഒക്കെയാണ് മാക്സിമം റേഞ്ച് എന്നുള്ള രീതിയിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. 2 ഡ്രൈവ് മോഡ്സാണ് റിസ്റ്റാക്കി നൽകിയിട്ടുള്ളത്. ആക്ച്വലി 450Xൽ 4 ഡ്രൈവ് മോഡ്സ് ഉണ്ടായിരുന്നു. പക്ഷേ റിസ്റ്റയിലോട്ട് വന്നപ്പോൾ അതിന് മാറ്റം വരുത്തി 2 ഡ്രൈവ് മോഡ്സേ നൽകിയിട്ടുള്ളൂ. ഇക്കോ മോഡും ഉണ്ട്, സിപ്പ് മോഡും ഉണ്ട്. സിപ്പ് മോഡാണ് ഇതിൽ പവർ മോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇക്കോ മോഡ് ഓഫ് കോഴ്സ് റേഞ്ച് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മോഡാണ്. ഇക്കോ മോഡിൽ ഡ്രൈവ് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കയറ്റമൊക്കെ കയറുന്ന സമയത്ത് വളരെ സാവധാനം ഈ വണ്ടിയുടെ വേഗത കുറഞ്ഞ് ഇത് കയറ്റം കയറുമോ എന്നുള്ളൊരു സംശയം തോന്നുന്ന തരത്തിലാണ് ആക്ച്വലി അതിൻ്റെ ഒരു റൈഡബിലിറ്റി കിട്ടുന്നത്. പക്ഷേ സിപ്പ് മോഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കാര്യമൊക്കെ തന്നെ മാറി വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ വണ്ടി കയറി പോകുന്നുണ്ട്. ഇത് 450Xമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് വൈസ് ഒരല്പം പിന്നിലാണ്. ഈവൻ സിപ്പ് മോഡും ഏതറിൻ്റെ റാപ്പ് മോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കഴിഞ്ഞ വട്ടം റാപ്പ് മോഡെന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ വാർപ്പ് മോഡെന്നാണ് ആ ഒരു ടോപ്പ് മോഡിൻ്റെ പേര് വന്നിട്ട്. അപ്പോൾ 450Xൻ്റെ വാർപ്പ് മോഡും ഈ ഒരു വണ്ടിയുടെ സിപ്പ് മോഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വാർപ്പാണ് ഏറ്റവും ബെസ്റ്റ്. അഗ്രസീവായിട്ടുള്ള ആക്സലറേഷനും കാര്യങ്ങളൊക്കെ അതിന് കിട്ടുന്നുണ്ട്. അത്രത്തോളം അഗ്രസീവ്നെസ് ഒന്നും തന്നെ നിങ്ങൾക്ക് റിസ്റ്റ എന്ന വാഹനത്തിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷേ അതൊരിക്കലും ഒരു നെഗറ്റീവ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല. കാരണം ഈ വണ്ടി പർപ്പസ്ഫുള്ളി അത്തരത്തിൽ ഡിസൈൻ ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡ്രൈവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇലക്ട്രിക് വാഹനം മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു വാഹനം മേടിക്കുമ്പോഴും പർപ്പസ് എന്താണെന്ന് അറിയാതെ പോയി മേടിക്കുമ്പോഴാണ് നമ്മൾക്ക് പിന്നെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നത്. സോ റിസ്റ്റ എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഫാമിലി ഓറിയൻറ്റഡ് ഡ്രൈവ് ആണോ, ധൈര്യമായിട്ട് പോയി എടുക്കാം.
അല്ല നിങ്ങൾക്ക് യൂത്ത്ഫുൾ ആയിട്ടുള്ള അഗ്രസീവ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന കുറച്ച് അഗ്രസീവ് ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടി വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 450X തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഈ വണ്ടിയുടെ സീറ്റിംഗ് പോസ്ചർ ഞാനൊന്ന് പറയാം. ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഏതർ 450Xമായിട്ടൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ ഹാൻഡിൽ ബാർ പൊസിഷനിങ്ങിൽ ചെറിയൊരു വ്യത്യാസം, കുറച്ചുകൂടി വൈഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഡിസൈൻ നോക്കുന്ന സമയത്ത് അത് എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല, ഒരല്പം കൂടി ഉയർന്ന ഡിസൈനായിട്ട് ഫീൽ ചെയ്തു 450Xമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. മേ ബി 450Xൻ്റെ ഹാൻഡിൽ ബാർ ഒരല്പം കൂടി റൈസ്ഡ് ആയതുകൊണ്ട് തോന്നുന്നതാണോ എന്നറിയില്ല. രണ്ട് വണ്ടിയും തമ്മിൽ അടുത്തടുത്ത് വെച്ച് കമ്പയർ ചെയ്താലേ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതെന്തുകൊണ്ട് ഞാനിപ്പോൾ എടുത്ത് പറയുന്നു എന്ന് വെച്ചാൽ, ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കാല് വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് നിങ്ങൾ ടിൽറ്റ് ചെയ്യാൻ നോക്കിയാൽ ഹാൻഡിൽ നിങ്ങളുടെ കാലിൽ തട്ടുന്നുണ്ട്, ലോക്കായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതൊന്ന് പ്ലാൻ ചെയ്ത് വേണം നിങ്ങൾ യു ടേൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇൻ കേസ് നിങ്ങൾ കാലിത്തരത്തിൽ വെച്ച് വണ്ടി ഫുള്ളായിട്ട് എമർജൻസി ആയിട്ട് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ലോക്കായാൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. സസ്പെൻഷൻ്റെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ. ഏതർ 450Xമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം കൂടി സ്റ്റിഫാണ് ഈ വണ്ടിയുടെ സസ്പെൻഷൻ. പക്ഷേ അത് നമ്മുടെ റൈഡബിലിറ്റിയെയോ കംഫർട്ടിനെയോ നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല. അത്യാവശ്യം നല്ല ഒരു സ്പ്രിങ് ആക്ഷനുള്ള സസ്പെൻഷൻ തന്നെയാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. മാത്രമല്ല മറ്റ് ചില ഇലക്ട്രിക് ടൂ വീലേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടി കമ്പോസ്ഡ് ആണ് ഈ ഒരു വണ്ടി. എന്താണെന്ന് വെച്ചാൽ സസ്പെൻഷൻ കുറേ കൂടി ഹാർഡായിട്ടുള്ള ഇലക്ട്രിക് ടൂ വീലറിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാർഡായിട്ടുള്ള റോഡിൽ അല്ലെങ്കിൽ ടഫ് ടെറൈനിലൂടെ ഓടിക്കുമ്പോൾ വല്ലാണ്ട് കിടന്ന് കുടുങ്ങും ആ ഒരു വണ്ടി. അതിൻ്റെ ഉൾവശത്തുള്ള കമ്പോണൻസ് കുടുങ്ങുന്നതാണോ ബോഡി കുടുങ്ങുന്നതാണോ എന്നറിയില്ല. പക്ഷേ ഭയങ്കര ഡിസ്കംഫോർട്ടായിരുന്നു. അത് റിസ്റ്റയ്ക്ക് ഇല്ല. റിസ്റ്റ നമ്മൾ റഫ് റോഡിലൂടെ ഓടുന്ന സമയത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. സസ്പെൻഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു റോഡിലെ ബംസും കാര്യങ്ങളൊക്കെ തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കംഫർട്ടിൻ്റെ കാര്യത്തിൽ നെഗറ്റീവായിട്ട് പറയേണ്ട ഒന്നും തന്നെ ഇല്ല. ഇനി ഏതർ 450Xൽ നിന്നും ടെക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചേഞ്ച് റിസ്റ്റയിൽ വന്നിട്ടുണ്ട്. റിസ്റ്റയുടെ ഈ ഡാഷിൽ വന്നിരിക്കുന്ന ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ അല്ല, ജസ്റ്റ് ഒരു ഡിസ്പ്ലേ, കളർ ഡിസ്പ്ലേ മാത്രമാണ്. ഇവിടെ കംപ്ലീറ്റ് കൺട്രോളും നമുക്ക് ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്താണ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക. അല്ലാണ്ട് ടച്ച് സ്ക്രീൻ യൂണിറ്റ് ആയിട്ടൊന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതൊരു ഭീകരമായ നെഗറ്റീവായിട്ട് തോന്നുന്നില്ല. കാരണം ഫാമിലി ഓറിയൻറ്റഡ് ഡ്രൈവിന് വേണ്ടി നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് ടെക്കിലോട്ടൊന്നും തന്നെ പോകാൻ ചാൻസ് ഇല്ല. അവിടെ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളത് റേഞ്ച് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടോ, സർവീസ് നല്ലതാണോ, പിന്നെ വണ്ടി റിലയബിൾ ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കാറ്. അപ്പോൾ അതെന്തായാലും വളരെ പ്രാക്ടിക്കലായ ഒരു മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ത്രൂ ഏതർ 450Xമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിങ്ങിലും ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ റിസ്റ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റിസ്റ്റയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക. അറിവുള്ള കാര്യങ്ങളാണെങ്കിൽ ഉടനെ റിപ്ലൈ ചെയ്യാം. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ചോദിച്ചറിഞ്ഞതിന് ശേഷം റിപ്ലൈ ചെയ്യാം. ഈ വാഹനം നിലവിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ആ വാഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കമൻറ്റായിട്ട് മെൻഷൻ ചെയ്താൽ ഇനി റിസ്റ്റ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അത് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. എന്തായാലും എനിക്ക് ഈ വണ്ടി പേഴ്സണലി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. നമ്മളുടെ വീട്ടിലേക്ക് ഒരെണ്ണം എടുത്തു കൊടുത്താൽ നല്ലത് തന്നെയാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു വണ്ടി തന്നെയാണ് ഏതർ റിസ്റ്റ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വാഹനത്തിൻ്റെ വിശേഷവുമായിട്ട് കാണുന്നതുവരേക്കും ബൈ.